വെൽക്കം ടു ഷിദാസ് ടോക്ക്. ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റായ എ റോബോട്ട് വിത്ത് എ വൈറസിലുള്ള ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. ടെക്സ്റ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസും തന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. വൈ ആർ റിക്കീസ് ഹാബിറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? അല്ലേ, റിക്കിയുടെ ഹാബിറ്റ് സ്ലോവൻലി എന്ന് പറയാനുള്ള കാരണം എന്താ? റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി ബിക്കോസ് ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. നമ്മൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സുകളാണ് അല്ലേ, അപ്പോൾ ഇതിനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ പറഞ്ഞു പോവാം. കാരണം എല്ലായിടത്തും വലിച്ചു വാരിയിടുന്ന സ്വഭാവമാണ് റിക്കിക്ക്. അതുകൊണ്ടാണ് അവൻ്റെ ആ ഒരു ഹാബിറ്റ്. സ്ലോവൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള മീനിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ആൻസറും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി വാട്ട് ഹൗസ് ഹോൾഡ് ചോസ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? അപ്പോൾ അത് എന്തൊക്കെയാണ് അത് ചെയ്ത ജോലികൾ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. But the most important work it did was picking up Ricky's clothes from the floor. അല്ലേ, അത് വന്ന ഉടനെ തന്നെ കുക്ക് ചെയ്തതും ക്ലീൻ ചെയ്തതും അയൺ ചെയ്തതൊക്കെ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് റിക്കി വലിച്ചു വാരിയിട്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? അല്ലേ, അവനെ കയ്യോടെ പിടിച്ചു എന്നുള്ളത് കൊണ്ട് ഓതർ മീൻ ചെയ്യുന്നത് എന്താണ്? ദ ഓതർ മീൻസ് ദാറ്റ് റിക്കി കോട്ട് ദ റോബോട്ട് ഡൂയിങ് സംതിങ് റോങ്. റിക്കി ഓതർ എന്താ മീൻ ചെയ്തത്? റിക്കി ആ റോബോട്ട് ചെയ്യുന്ന ആ ഒരു തെറ്റായ പ്രവൃത്തി എന്ത് ചെയ്തു? റിക്കി പിടിച്ചു. ഹിയർ റിക്കി മിസ്അണ്ടർസ്റ്റുഡ് ദ റോബോട്ട്. ശരിക്കും റിക്കി അവിടെ റോബോട്ടിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്. ഈ തോട്ട് ദ റോബോട്ട് ഹാഡ് സ്റ്റോളൻ ഹിസ് ടീഷർട്ട്. അവൻ വിചാരിച്ചത് അവൻ്റെ ടീഷർട്ടൊക്കെ റോബോട്ട് കട്ടെടുക്കുകയാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഓതർ എന്ത് പറഞ്ഞത്? ഓതർ മീൻ ചെയ്തത് ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവനെ കയ്യോടെ പിടിച്ചു എന്ന് മീൻ ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ സ്റ്റോറിയിൽ എന്താ നടന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. വാട്ട് ഡസ് ദ റോബോട്ട് മീൻ? ഇത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് റോബോട്ട് ഇവിടെ പറയുന്നത്. എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ അർത്ഥാക്കുന്നത്? Robot had seen Ricky's things lying scattered on the floor. It was thought that he did not need them. The robot was programmed to collect all that was not wanted. The robot did not know that taking Ricky's belongings was bothering him. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? റോബോട്ട് കാണുന്ന കാഴ്ച എന്താ? റോബോട്ട് ആ വീട്ടിലെത്തിയ മുതൽ റിക്കിയുടെ സാധനങ്ങളൊക്കെ വെളിച്ചു വാരിയിട്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ റോബോട്ട് വിചാരിച്ചു ഇതൊക്കെ വേണ്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ ആ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതും എങ്ങനെയാണ്? വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന രീതിയിലായിരുന്നു ആ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഇതൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് റിക്കിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ആരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? റോബോട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 4th ആൻസർ. അതിന് 5th ആൻസർ എന്താ? വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? റിക്കിയുടെ ആ ഒരു ബിഹേവിയറിൽ വന്ന ചേഞ്ച്. അപ്പോൾ അത് നമ്മുടെ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. റിക്കി വാസ് ashamed. റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളിത് ടെക്സ്റ്റിലുള്ള അതേ ലാസ്റ്റിലെ പാരഗ്രാഫിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഈ ലെസൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വെറുതെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല അല്ലേ. അതിന് അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി? ദീസ് ആർ സം ഓഫ് ദ ഇവൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി. റീഡ് ദം കെയർഫുള്ളി. ഇവിടെ ജംബിൾഡ് ഓർഡറിൽ അതിലെ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് വായിച്ചിട്ട് ഏതൊക്കെ സെൻറ്റൻസാണ് ഫസ്റ്റ് വരിക എന്നുള്ളത് നമ്മൾ എഴുതുകയാണ് വേണ്ടത് അല്ലേ. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. അപ്പോൾ നമ്മളതിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്.
ഫസ്റ്റ് വരുന്ന സെൻറ്റൻസ് ഏതാ? റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. പിന്നെ സെക്കൻഡ് വരിക റിക്കീസ് മദർ ഗീവ്സ് ഹിം ചാർജ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. Third one, Ricky wakes up to find his room perfectly clean and tidy. Fourth one, Ricky searches for his missing t-shirt and football. Fifth one, Ricky follows the butler robot around the house to spy on it. Then sixth one, Ricky catches the butler robot red-handed. Then seventh one, Ricky complains to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. Ricky starts taking better care of his possessions. Ricky decides to become a maximum efficiency boy. ഈ രീതിയിലാണ് ആ ജംബിൾഡ് ഓർഡറിലുള്ള സെൻറ്റൻസിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അതിവിടെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്താ? റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് അബവ്. ഈ ഇതിനൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പാരഗ്രാഫിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? കൂടുതലൊന്നുമില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പാരഗ്രാഫ് മോഡിലേക്ക് എഴുതി. കാരണം എല്ലാ കാര്യങ്ങളും ഇവൻറ്റ്സ് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇനി നേരെ പാരഗ്രാഫിലേക്ക് മാറ്റി എഴുതുക മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ അതിനെ നമ്മൾ 1 by 1 അല്ലാതെ ആ ഒരു ഇവൻറ്റ്സ് ഏതാണ്ട് ആ സ്റ്റോറി എന്താണ് എന്നുള്ളത് ഒരു ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ് അബവ് എന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അതിന് അടുത്തത് എന്താണ്? വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദ എൻഡ്, റൈറ്റ് ദം ബിലോ. അല്ലേ? ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ റിക്കിയുടെ ക്യാരക്ടറിൽ റോബോട്ട് വരുന്നതിന് മുമ്പുണ്ടായ കാര്യം എങ്ങനെയാണെന്നും റോബോട്ട് വന്നതിന് ശേഷം റിക്കിയുടെ ക്യാരക്ടറിലുണ്ടായ ചേഞ്ചുമാണ് നമ്മൾ എഴുതേണ്ടത്. അതപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. ഭയങ്കര കെയർലെസ് ആയിരുന്നു അല്ലേ? എല്ലാം വാരി വലിച്ചിരുന്ന ആ ഒരു ടൈപ്പ് സ്വഭാവമായിരുന്നു. അത് മാറിയിട്ട് ആഫ്റ്റർ റിക്കി എങ്ങനെയായി? റിക്കി ബിക്കേം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ് വിത്തൗട്ട് കെയറിങ്. ഒരു കെയറും ഇല്ലാതെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുമായിരുന്നു. അതെങ്ങനെ വന്നു? ഹി സ്റ്റാർട്ടഡ് ടു കീപ് ഹിസ് റൂം നീറ്റ് ആൻഡ് ടൈഡി. അവൻ്റെ റൂം നല്ല നീറ്റും ടൈഡിയും ആയിട്ട് അവൻ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലേ? പിന്നെയോ ഹി കെയർഡ് ഫോർ നത്തിങ്. ഒന്നും കെയർ ചെയ്യുമായിരുന്നില്ല റോബോട്ട് വരുന്നതിന് മുമ്പ്. ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അപ്പോൾ അതിന് ശേഷം ആരെയും കെയർ ചെയ്യാതിരുന്ന, ഒന്നിനെയും കെയർ ചെയ്യാതിരുന്ന റിക്കി റോബോട്ട് വന്നതിന് ശേഷം ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? സഹായിക്കാൻ തുടങ്ങി. അവന് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് അവൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലെസണിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെയോ റിക്കി കംപ്ലൈൻറ്റ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്ത റിക്കി പിന്നീട് എന്താ സംഭവിച്ചത്? റിക്കി ബിക്കംസ് എഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹി ബിലോങ്സ്. അവൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അവൻ ഇത്രയും കാലം ട്രീറ്റ് ചെയ്തിരുന്നത് എന്ന കാര്യത്തിൽ അവനാകെ നാണിച്ചു പോയി. കാരണം റോബോട്ട് ചെയ്ത കാര്യങ്ങൾ കണ്ടപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു കാര്യം കൂടി എഴുതാം അല്ലേ? റിക്കി ടുക്ക് എ ലീവ് ഫ്രം റോബോട്ട്സ് ബുക്ക് അല്ലേ? അതിലും പറഞ്ഞിട്ടില്ലേ? റോബോട്ടിൻ്റെ ബുക്കിൽ നിന്നും റിക്കി ഒരു പേജ് പഠിച്ചു അല്ലേ? അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അപ്പോൾ അതെന്തായി? അവൻ്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ മാറി? ഹി ബിക്കെയിം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ആ രീതിയിലേക്കുള്ള മാറ്റം റിക്കിക്ക് വന്നു. അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റി 2 കഴിഞ്ഞിട്ടുണ്ട്. അതിന് ആക്ടിവിറ്റി 3 കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആര് തമ്മിലുള്ള കോൺവെർസേഷനാണ്? റിക്കി ടെൽസ് ഹിസ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഈസ് ഫാദർ ബോട്ട്. അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന റോബോട്ടിനെ കുറിച്ചിട്ട് റിക്കി ആരോട് പറയാണ്? റോബിനോട് പറയുന്നുണ്ട് അല്ലേ? റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. റിക്കിയും റോബിനും തമ്മിലുള്ള ആ കോൺവെർസേഷൻ. അപ്പോൾ സ്റ്റാർട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. ഇതവിടെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് ശേഷമുള്ള ഡയലോഗ്സാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ റിക്കി എന്താണ് പറയുന്നത്? റിക്കി പറയാണ്, യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ. നീ പറഞ്ഞാൽ വിശ്വസിക്കൂല, എൻ്റെ അച്ഛൻ എന്ത് വാങ്ങിയിട്ടുണ്ട്? ഒരു റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോബിൻ എന്താ പറയുന്നത്? വാട്ട്, ആ റോബോട്ട്, ഇറ്റ്സ് റിയലി അമേസിങ്. അപ്പം നമുക്കൊക്കെ അത്ഭുതമാവും അല്ലേ റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് റോബിൻ ഇവിടെ, എന്ത് റോബോട്ടാ, അത് ഭയങ്കര അമേസിങ് ആയിരിക്കുന്നു എന്ന് റോബിൻ പറഞ്ഞു. അപ്പോൾ
അപ്പോൾ റിക്കി എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട്. ഇറ്റ് ക്യാൻ കുക്ക്, ക്ലീൻ ആൻഡ് അയേൺ ദ ക്ലോത്ത്സ്. അപ്പോൾ അവൻ പറയാല്ലേ, നമ്മൾ ഭയങ്കര അത്ഭുതത്തിലൊരു കാര്യം പറഞ്ഞ് അത് കേൾക്കുന്നവർക്കും അത്ര തന്നെ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവനെന്ത് പറയുക, അത് പുതിയ മോഡൽ ബട്ട്ലർ റോബോട്ടാണ്, അത് കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും, അയേൺ ചെയ്യും, അങ്ങനെയുള്ള എല്ലാ പണികളും അത് ചെയ്യുന്ന റിക്കി റോബിനോട് പറഞ്ഞു. അപ്പോൾ റോബിൻ എന്താ പറയുന്നത്, അമേസിങ്, ഹൗ ലക്കി യു ആർ. തീർച്ചയായും പറയും അല്ലേ, നീ എത്ര ഭാഗ്യവാനാണ്, കാരണം നീ ചെയ്യേണ്ട പണിയും കൂടെ ചെയ്യുന്ന ഒരു റോബോട്ടിനെ വീട്ടിൽ കിട്ടിയില്ലേ. അപ്പോൾ റിക്കി എന്താ പറയുന്നത്, ബട്ട് സംതിങ് വിയേർഡ് ഹാപ്പൺ. പക്ഷെ ചില വിചിത്രമായ കാര്യങ്ങളും നടന്നു അല്ലേ. അതെന്തൊക്കെയാണെന്ന്, അതായത് നമുക്ക് ആ ലെസൺ കംപ്ലീറ്റ് നമുക്കറിയാം. ആ കോണ്ടെക്സ്റ്റിനെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്, കോൺവെർസേഷൻ എഴുതുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻ, എന്താണ് നടന്നത്, ഐ കുഡിൻ ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് മൈ ഫുട്ബോൾ. ഇറ്റ് ടുക്ക് മൈ തിങ്സ് വിത്തൗട്ട് മൈ പെർമിഷൻ. ഈ റോബോട്ട് വന്നതിന് ശേഷം എന്ത് പ്രശ്നമുണ്ട്, എൻ്റെ ഫേവറേറ്റായ ടീഷർട്ടും ഫുട്ബോളൊന്നും കാണുന്നില്ല. അതൊക്കെ എന്ത് ചെയ്യാണ്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ റോബോട്ട് എടുക്കുകയാണ്. ഡിഡ് യു ഇൻഫോം യുവർ പാരൻസ്. അപ്പോൾ അവൻ ചോദിക്കുക, നീ ഇതൊന്നും നിൻ്റെ പാരൻസിനോട് പറഞ്ഞില്ലേ. യെസ്, ബട്ട് ദേ ഡിഡ്ന്റ് ബിലീവ് മീ, ബട്ട് ഐ കോട്ട് ദ റോബോട്ട് റെഡ് ഹാൻഡഡ്. അപ്പോൾ പറയാം, അവർ പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ റോബോട്ടിൻ്റെ ഇത്തരം പ്രവൃത്തികൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് എന്ന് റിക്കി ഇവിടെ പറയാണ്. അപ്പോൾ റോബിൻ, ദാറ്റ്സ് സ്ട്രേഞ്ച്, മേ ബി ദ റോബോട്ട് ഈസ് ട്രൈങ് ടു ഹെൽപ്പ് യു. അപ്പോൾ പറയാം, അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ റോബോട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യായിരിക്കുന്നു. അപ്പോൾ റിക്കി എന്ത് പറഞ്ഞു, ഇറ്റ് കളക്ട്സ് അൺവാണ്ടഡ് തിങ്സ് ആൻഡ് പുട്സ് ദം ടു പ്ലേസ് വെയർ അതർ ഹ്യൂമൻ ക്യാൻ യൂസ് ദം. അതേ ശരിയാണ്, അതെന്നൊക്കെ എന്ത് ചെയ്യായിരുന്നു, ശരിക്കും അതൊരു നല്ല കാര്യമാണ് ചെയ്തിരുന്നത്. വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് ആവശ്യമുള്ള മനുഷ്യരിലേക്ക് എത്തിക്കുകയായിരുന്നു ആ റോബോട്ട് ചെയ്തത്. ദാറ്റ്സ് ഓസം, ദ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. അപ്പോൾ റോബിന് ഭയങ്കര ഇഷ്ടമായി അല്ലേ, അത് വളരെ മനോഹരമായിരിക്കുന്നു. ആ റോബോട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡിവൈസ് തന്നെയാണ്. യെസ്, റിയലി ഓസം. അപ്പോൾ ആരും അത് സമ്മതിച്ചു, റിക്കിയും സമ്മതിച്ചു അല്ലേ. അപ്പോൾ ആ ലെസൺ കംപ്ലീറ്റ് നമ്മൾ വായിച്ചതിന് ശേഷം റിക്കി ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുഹൃത്തിനോട് സംസാരിക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡയലോഗ്സ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിനി എന്താണ്, റീഡ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. ആ സ്റ്റോറിയിൽ ഒരു പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ റിക്കി എന്ന് പറയാം, ഐ ഡോണ്ട് തിങ്ക് സോ, ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ ഫാദർ പറയാം, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. അപ്പോൾ റിക്കി പറയാം, ഐ കാൻ എഗ്രി വിത്ത് യു, എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ് അല്ലേ. അപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ഔട്ട് എക്സ്പ്രഷൻ ഫ്രം പാസേജ് വിച്ച് ഷോ ഡിസ്എഗ്രിമെൻറ്റ്. ഡിസ്എഗ്രിമെൻറ്റ് കാണിക്കുന്ന പാസേജ് ഇതിൽ ഏതൊക്കെയാണെന്ന് പറയണം. അപ്പോൾ ഏതൊക്കെയാണുള്ളത്, ഐ ഡോണ്ട് തിങ്ക് സോ, പിന്നെ ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ് അല്ലേ, നല്ലത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് മോശമാണ് ചെയ്യുന്നത്. യു ആർ റോങ്, നീ പറഞ്ഞത് തെറ്റാണ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ റോബോട്ട് വർക്ക്സ്, എനിക്കറിയില്ല റോബോട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഐ കാൺട്ട് എഗ്രി വിത്ത് യു, ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് എഗ്രി ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഡിസ്എഗ്രിമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്. ഇവിടെ അതുലും അഞ്ജുവും തമ്മിൽ റോബോട്ടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഗ്രിമെൻറ്റ്, ഇതിലുള്ള സെൻറ്റൻസിലെ എഗ്രിമെൻ്റ് ഏതൊക്കെയാണ്, ഡിസ്എഗ്രിമെൻ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യത്തോട് നമ്മൾ സമ്മതിക്കുക. ഡിസ്എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എതിർക്കുക, അതിനോട് യോജിക്കാതിരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവരുടെ സംഭാഷണം ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ പറയാം, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം, ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻ ക്യാനോട്ട്. അപ്പോൾ അഞ്ജു എന്താ പറയുന്നത്, അതായത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റോബോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ റോബോട്ട് എന്നുള്ള ഓസമാണ്, അത്രയും മനോഹരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജു എന്താ പറയുന്നത്, യെസ് അതുൽ, ഐ എഗ്രി, ദേ ക്യാൻ ഡു കൂൾ സ്റ്റാഫ് ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം. നീ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്,
അത് കുറച്ച് നല്ല കാര്യം ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതിന് കുറച്ച് മോശം സൈഡും ഉണ്ട് എന്നാണ് അഞ്ചു പറയുന്നത്. അപ്പോൾ അതിലെന്താ പറയുന്നത്? ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജ് ഫസ്റ്റ്. അതെ, നീ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് നീ പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. റോബോട്ട് ക്യാൻ വർക്ക് 24/7 വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ഒരാഴ്ചയിൽ 24 മണിക്കൂറും, അതായത് എത്ര വർഷം മുഴുവനും റോബോട്ട് എന്ത് ചെയ്യും, ടയേർഡാവാതെ വർക്ക് ചെയ്യും. യാ ദാറ്റ്സ് ട്രൂ, ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ് എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വെർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. ആ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാക്കാൻ വേണ്ടി ഫാക്ടറിയിലും മറ്റും അത്രയും നല്ല ഒരു ഹെൽപ്പിംഗ് തന്നെയാണ് ആര് ചെയ്യുന്നത്, റോബോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ചും അതെന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത്? എക്സാക്ട്ലി, ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ഓർ ഔട്ടർ സ്പേസ്. ജനങ്ങൾക്ക് അത്രയും ഡേഞ്ചറസ് ആയ സ്ഥലങ്ങളിൽ കൂടി ആർക്ക് ധൈര്യമായിട്ട് പോകാൻ വേണ്ടി പറ്റും? റോബോട്ടിന് പോകാൻ പറ്റും. കടലിൻ്റെ അടിയിലും സ്പേസിൻ്റെ പുറത്തേക്കും അങ്ങനെ എല്ലായിടത്തും മനുഷ്യർക്ക് പോകാൻ പേടിയുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ റോബോട്ടിന് പോകാൻ പറ്റുമെന്ന് ആര് പറയാം? അതിൽ പറയുകയാണ്. അപ്പോൾ അഞ്ചു എന്താ പറയുന്നത്? ഐ സീ യുവർ പോയിൻറ്റ് ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. അപ്പോൾ അഞ്ചു എന്താ പറയുന്നത്? നീ പറഞ്ഞ പോയിൻ്റൊക്കെ ശരിയാണ്, പക്ഷേ അതവിടെ എഗ്രി ആണോ? അല്ല, ഡിസെഗ്രി ആണ് ചെയ്യുന്നത് ആ പറയുന്ന പോയിൻറ്റോട്. മനുഷ്യരില്ലാത്തടത്തൊന്നും പോയിട്ട് ആരും എന്ത് ചെയ്യാനില്ല, മനുഷ്യർ ചെയ്യാതെ വേറെ ജോലികളൊന്നും ആർക്ക് ചെയ്യാനില്ല, റോബോട്ടിന് ചെയ്യാനില്ല. അപ്പോൾ അതിലെന്താ പറയുന്നത്? യു ഹാവ് എ ഗുഡ് പോയിൻറ്റ് ദർ. നീ പറഞ്ഞ പോയിൻ്റൊക്കെ ഓക്കെയാണ്, എഗ്രി ചെയ്യാണ് അല്ലേ? ഓക്കെ, ദാറ്റ് ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ്. അത് തന്നെയാണ് അതിൻ്റെ ദോഷവും. ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. റോബോട്ടിക് എന്ന ഫീൽഡിൽ അതിന് പുത്തൻ എന്താ പറയുക, ജോലിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഒരുപാട് ജോലി വാഗ്ദാനങ്ങൾ റോബോട്ടിക്സ് എന്ന ഒരു ഫീൽഡിൽ ഈ റോബോട്ടിന് ചെയ്യാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്? അതിൽ പറയുന്നത്. അപ്പോൾ അഞ്ചു എന്താ പറയുന്നത്? ദാറ്റ്സ് ട്രൂ ബട്ട്. ഇവിടെയും നമ്മൾ ദാറ്റ്സ് ട്രൂ മാത്രം കാണുമ്പോൾ വിചാരിക്കും എഗ്രിമെൻ്റ് ആണെന്ന്. പക്ഷെ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് നോക്കുക. ദാറ്റ്സ് ട്രൂ ബട്ട് നോട്ട് എവരി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. നീ പറഞ്ഞ ശരിയാണ്, പക്ഷേ എല്ലാവർക്കും റോബോട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് എഗ്രി ചെയ്യാണ്ടിരിക്കുകയാണ് അല്ലേ? ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അതുണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ചിലവേറിയതാണെന്നാണ് അഞ്ച് പറയുന്നത്. അപ്പോൾ അതിലെന്താ പറയുന്നത്? ഐ എഗ്രി കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. അത് ആരംഗീകരിക്കുന്നുണ്ട്? അതിൽ അംഗീകരിക്കുന്നുണ്ട്. ശരിക്കും കോസ്റ്റ് ഒരു പ്രോബ്ലം തന്നെയാണെന്ന് അതിലും അംഗീകരിക്കുകയാണ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. അപ്പോൾ പറയാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡ് അല്ലേ? അപ്പോൾ അതുപോലുള്ള ജനങ്ങളെ അത് സഹായിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയെന്ന് ആര് പറയാണ്? അതിൽ പറയാണ്. അപ്പോൾ അഞ്ചു എന്താ പറഞ്ഞത്? യാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്, റോബോട്ട് ക്യാൻ ഇംപ്രൂവ് ലൈഫ്സ് ഇൻ മെനി വേയ്സ്. അപ്പോൾ ആ ഒരു കാര്യം ആരംഗീകരിക്കുന്നുണ്ട്? അഞ്ച് അംഗീകരിക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിലുള്ള എഗ്രീമെൻറ്റ് ഡയലോഗ്സ് ഏതൊക്കെയാണ്, ഡിസ്എഗ്രീമെൻറ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? ഐ എഗ്രി ദേ ക്യാൻ ടു കൂൾ സ്റ്റഫ്സ് നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് എഴുതാം? ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് എഴുതാം, യാ ദാറ്റ്സ് ട്രൂ എഴുതാം, എക്സാക്ട്ലി എഴുതാം, ഐ എഗ്രി, യാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണല്ലേ? അപ്പോൾ ഇനി ഡിസ്എഗ്രിമെൻറ്റിൽ നമ്മൾ സമ്മതിക്കാത്ത കാര്യത്തിൽ എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് വൺ ഓൾറെഡി ടെക്സ്റ്റിലുണ്ട്, ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ് അല്ലേ? ആൻഡ് ഐ സീ യുവർ പോയിൻറ്റ് ബട്ട്. നിൻ്റെ പോയിൻറ്റ് ശരിയാണ്, പക്ഷേ അത് ഡിസ്എഗ്രിമെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ദാറ്റ്സ് ട്രൂ ബട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഏതിലേക്കാണ്? ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 എന്താ? മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ഗുണവും ദോഷവും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഡിബേറ്റ് നടത്തണം അല്ലേ? എന്നിട്ട് അതിൻ്റെ യൂസും എബ്യൂസും എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റുകളും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെതായ തിങ്കിങ്ങിലുള്ള പോയിൻ്റാണ് പറയുന്നത്, നിങ്ങൾക്കും കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് മൊബൈലിൻ്റെ യൂസ്? എന്തൊക്കെയാണ്? ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ടെക്സ്റ്റിലുണ്ട് അല്ലേ? അതിൻ്റെ കൂടെ മേക്കിംഗ് ഫോൺ കോൾസ് ആൻഡ് സെൻഡിങ് മെസ്സേജസ്. നമുക്ക് ഫോൺ കോളിനും മെസ്സേജ് അയക്കാനൊക്കെ എന്താണ് മൊബൈൽ ഫോൺ ഉപകാരമാണ് അല്ലേ? പിന്നെയോ ടേക്കിംഗ് ഫോട്ടോസ്, റെക്കോർഡിംഗ് വീഡിയോസ് ആൻഡ് എഡിറ്റിംഗ് മീഡിയ. ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്?
ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ യൂസിങ് മാപ്പ് ആൻഡ് നാവിഗേഷൻ ആപ്സ് ഫോർ ഡിറക്ഷൻസ് ആൻഡ് ലൊക്കേഷൻ ട്രാക്കിംഗ്, അല്ലേ? നമുക്ക് ലൊക്കേഷൻ നോക്കാനൊക്കെ ഇന്ന് നമ്മൾ മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത വർക്ക് എന്ന് പറയുന്നത് അതിൽ അടുത്ത പോയിൻ്റായിട്ട് വരുന്നത് എന്താണ്? ഓക്കെ, വാച്ചിങ് മൂവീസ്, ലിസ്ണിംഗ് ടു മ്യൂസിക്, പ്ലേയിങ് ഗെയിംസ് ആൻഡ് റീഡിങ് ബുക്സ്. നമ്മൾ മൊബൈലിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇനാബിൾ ക്വിക്ക് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച് മെറ്റീരിയൽ. നമ്മുടെ ഏതെങ്കിലും ഒരു റിസർച്ചിന് ആവശ്യമുള്ള മെറ്റീരിയലിനും നമുക്കറിയേണ്ട എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് കിട്ടാറുണ്ട്, അല്ല? അതിന് നമ്മൾ എബ്യൂസ്, അതിൻ്റെ ഒരു ഉപയോഗപ്രദമല്ലാത്ത അതിൻ്റെ മോശം വശം എന്താണെന്നാണ് പറയുന്നത്. എക്സസീവ് യൂസ് ക്യാൻ ലീഡ് ടു സോഷ്യൽ ഐസൊലേഷൻ. ഒരുപാട് സമയം നമ്മൾ ഇതന്നെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിലെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാവും. കാരണം നമുക്ക് പുറത്തിറങ്ങോ മറ്റുള്ളവരായിട്ടുള്ള ബന്ധമോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ 24 hours ഈ ഒരു ഫോണിൽ മാത്രമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം നമുക്കുണ്ടാവും. പിന്നെയോ ക്യാൻ ബി മിസ്യൂസ്ഡ് ഫോർ സൈബർ ബുള്ളിയിങ്, ചീറ്റിംഗ്. സൈബർ ബുള്ളിങ്ങിനും മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാനും എല്ലാം മൊബൈൽ ഫോൺ വഴി നമുക്കിന്ന് സാധിക്കും. ആൻഡ് എഡിക്ഷൻ ടു മൊബൈൽ ഗെയിംസ്. മൊബൈൽ ഗെയിംസ് എഡിക്ഷൻ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെയോ പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം ക്യാൻ കോസ് ഐ സ്ട്രെയിൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂ. ഒരുപാട് ദീർഘനേരം, പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ ദീർഘനേരമുള്ള സ്ക്രീനിലേക്കുള്ള നമ്മുടെ നോട്ടം നമ്മുടെ കണ്ണിനെയും നമ്മുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കും. ഇനി മൊബൈൽ ഫോൺ ക്യാൻ ബി അഡിക്റ്റീവ് ആൻഡ് മേക്ക് us ഫീൽ ആൻഷ്യസ് ഓർ സ്ട്രെസ്ഡ് വെൻ വി കാൻ യൂസ് ദം. ഇത് സ്ഥിരമായി യൂസ് ചെയ്യുന്ന നമുക്ക് അതില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഭയങ്കര ആൻഷ്യസൊക്കെ ഒരു ഡിപ്രസീവ് മോഡിലേക്ക് പോകും, അല്ലേ? ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ശരിക്കും ഭയങ്കര അഡിക്ഷനാണ്. അത് അത് ശീലമായി കഴിഞ്ഞാൽ അതില്ലാതിരിക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക്, അതില്ലാതെ ജീവിക്കാനാവില്ല എന്ന സിറ്റുവേഷനിലേക്ക് പോകും, അല്ലേ? അത് അതിൻ്റെതായ ഒരു മോശം വശം തന്നെയാണത്. ഓക്കെ, അങ്ങനെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇമെയിൽ നമുക്ക് ചെയ്യാനുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വാഷിംഗ് മെഷീൻ കേടായിട്ട് സാറ ഒരു കമ്പനിയിലേക്ക് അയക്കുന്ന മോഡൽ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ മിസ്പ്രോഗ്രാംഡ് ആയ റോബോട്ടിനെ റിപ്ലേസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് റിക്കി എന്ത് ചെയ്യും? ഒരു മെയിൽ ആ കമ്പനിയിലേക്ക് അയക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി മോഡൽ നമ്മുടെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫ്രം ricky@gmail.com എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മെയിൽ അഡ്രസ്സ് വേണം, അല്ലേ? ആദ്യം തന്നെ ഒരു മെയിൽ അഡ്രസ്സ് വേണം. അപ്പം ricky@gmail.com എന്ന് പറഞ്ഞ് നമ്മളൊരു മെയിൽ അഡ്രസ്സ് ആദ്യം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? 2 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്ത പോലെ ഒരു മെയിൽ ID കൊടുക്കുക. പിന്നെ സബ് എന്ന് പറഞ്ഞിട്ട് എന്തിനെക്കുറിച്ചാണോ നമ്മൾ എഴുതാൻ പോകുന്നത് ആ സബ്ജക്റ്റ് കൊടുക്കണം. റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പോൾ റിക്കിക്ക് ഇവിടെ എന്താ ആവശ്യം? ആ മിസ്പ്രോഗ്രാംഡായ റോബോട്ടിനെ മാറ്റിക്കൊടുക്കണം, റിപ്ലേസ് ചെയ്ത് വേറൊന്നിനെ കൊടുക്കണം, അല്ലേ? അതും റിക്കി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സർ എന്നും പറഞ്ഞ് ഒരു സാല്യൂട്ടേഷൻ വെച്ച് തുടങ്ങുകയാണ്. മൈ നെയിം ഈസ് റിക്കി. മൈ ഫാദർ പർച്ചേസ്ഡ് എ റോബോട്ട് ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ. കുറച്ച് മാസം മുമ്പ് എൻ്റെ ഫാദർ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ഒരു റോബോട്ടിനെ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല? കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഐ തിങ്ക് ദ റോബോട്ട് ഈസ് മിസ്പ്രോഗ്രാംഡ് ആൻഡ് ഡസ് തിങ്സ് ദാറ്റ് വി ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ഡു. നമുക്ക് ആവശ്യമില്ലാത്ത പണിയും കൂടെ അത് ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ശരിക്കും പ്രോഗ്രാം ചെയ്തിട്ടില്ല. അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ക്യാൻ യു പ്ലീസ് റിപ്ലേസ് ദ റോബോട്ട് വിത്ത് എ ന്യൂ വൺ. അതുകൊണ്ട് പുതിയ ഒന്നിനെ തന്നിട്ട് ഈ റോബോട്ടിനെ ഒന്ന് നിങ്ങൾ മിസ്പ്ലേസ്, അതായത് മാറ്റി കിട്ടുമോ എന്നാണ് ഇവിടെ റിക്കി ചോദിക്കുന്നത്. ഐ ഹാവ് അറ്റാച്ച്ഡ് സം പിക്ചേഴ്സ് ഓഫ് ദ റോബോട്ട് പ്രോബ്ലം, അല്ലേ? റോബോട്ടിൻ്റെ പ്രോബ്ലം, അതായത് റോബോട്ടിൻ്റെ ഈ പ്രശ്നങ്ങളുള്ള കുറച്ച് പിക്ചേഴ്സ് ഞാൻ വെക്കുന്നുണ്ട്. അതായത് ഇത് എടുക്കുന്നതൊക്കെ ഇവൻ ഫോട്ടോ എടുത്ത് വെച്ചതൊക്കെ പ്രൂഫായിട്ട് ഇവന് കാണിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ അതൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട്. സോ കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് റിക്കി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെയിൽ അയക്കുന്നുണ്ട്. അതിനുശേഷം അവരെ പേരും റിക്കി എന്ന് പറഞ്ഞ് ആ പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 6 കഴിഞ്ഞു. ആക്ടിവിറ്റി 7 ഇവിടെ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്ലോസ്ഡ് പസിൽ, അല്ലേ? ക്ലീൻ വിത്ത് വാട്ടർ എന്ന് പറഞ്ഞാൽ വാഷാണ്. ഫ്രീ ഫ്രം ഡേർട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഫ്രീ ഫ്രം ഡേർട്ട് എന്ന് പറഞ്ഞാൽ 3rd വൺ ക്ലീൻ, അത് ഓൾറെഡി നമുക്ക് ടെക്സ്റ്റിലുണ്ട്. പിന്നെ 4th വൺ എന്താ?
തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻസ്, അല്ലേ, ഫ്ലോർ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കാനൊക്കെ യൂസ് ചെയ്യുന്ന മോപ്പ്. ഓക്കെ, ഇനി ഡൗൺ ആണ്. ക്ലീനിങ് വിത്ത് ബ്രൂമിന് എന്താ നമ്മൾ പറയുക? സ്വീപ്പ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. നമ്മൾ സ്വീപ്പർ എന്ന് പൊതുവേ നമ്മൾ പറയുന്നതാണ്, അല്ലേ. അപ്പോൾ ആ സ്വീപ്പർ ചെയ്യുന്ന ജോലി തന്നെയാണ് സ്വീപ്പ്. അപ്പോൾ ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂല് കൊണ്ട് ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്ന പരിപാടിക്കാണ് സ്വീപ്പ് എന്ന് പറയുന്നത്. കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ്, അതായത് കൊത്തി അരിയുക, നുറുങ്ങി അരിയുക, അതിന് നമ്മൾ പറയുന്നതാണ് ചോപ്പ്. ഓക്കെ, അപ്പോൾ ഈ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, അല്ലേ. ആക്ടിവിറ്റി 8 എന്താ? റിക്കീസ് മദർ വാണ്ടഡ് ഹിം ടു ഡു വാരിയസ് ഹൗസ് ഹോൾഡ് ചോർസ്. ഹിയർ ഈസ് വാട്ട് ഷീ കീപ് ടെല്ലിങ് ഹിം. അല്ല, റിക്കോർഡ് ചെയ്യാൻ പറയുന്ന ഒരുപാട് ജോലികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ. നമ്മൾ ടെക്സ്റ്റിൽ കണ്ട കാര്യങ്ങളാണ്. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം, റിക്കി പുറ്റ് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ, റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്, റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്, അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് റിക്കിയുടെ മദർ റിക്കിക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? യുവർ പാരൻസ് ടു മൈറ്റ് ഹാവ് ആസ്ക്ഡ് യു ടു ഡു സർട്ടൻ തിങ്സ്. നിങ്ങളുടെ പാരൻസും നിങ്ങളോടും ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ പറയാറില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് പറയും? നിങ്ങളുടെ പേര് വിളിച്ചിട്ട് എന്ത് പറയും? ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു പേര് ഉണ്ടെങ്കിൽ മിന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ട് പറയും. ഓർഗനൈസ് യുവർ ടോയ്സ്, സോർട്ട് ആൻഡ് ഫോൾഡ് യുവർ ഡ്രസ്സെല്ലാം മടക്കി വെക്കാൻ പറയും. ക്ലീൻ യുവർ ഡിഷസ് ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പ്ലേറ്റ് കഴുകാൻ പറയും. ബ്രഷ് യുവർ ടീത്ത് ആൻഡ് വാഷ് യുവർ ഫേസ് ബിഫോർ ബെഡ് ടൈം, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി പറയും. സെർവ് ദ ടേബിൾ ഫോർ ഡിന്നർ, അല്ലേ, ഡിന്നർ സമയത്ത് എല്ലാം ഒരുക്കി വെക്കാൻ പറയും. ഡസ്റ്റ് ദ ലിവിങ് റൂം. ഇതുപോലെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന പുട്ട് ദ ഡ്രസ് ഇൻ വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ജോലിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒരു മോഡലായിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതേപോലെ ചോദിക്കുക, ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു. നിങ്ങൾക്ക് പാരൻസ് ചെയ്തു തരാനുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾ പാരൻസിനോട് ആവശ്യപ്പെടാറില്ലേ, അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് കൊടുത്തത് തന്നെയാണ്. മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. അപ്പോൾ അതുപോലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഹോം വർക്കിന് മദേഴ്സിൻ്റെ ഹെൽപ്പ് വാങ്ങിക്കും, അല്ലേ. മം ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക്. പിന്നെ ഡാഡ് പ്ലീസ് ക്യാൻ യു പ്ലേ വിത്ത് മീ ചെസ്സ്, ലുഡോ, അല്ലെങ്കിൽ എന്താ പറയുക സ്നേക്ക് ആൻഡ് ലാഡർ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മൾ പേരൻസിനെ കൂടെ കളിക്കാൻ വിളിക്കാറുണ്ട്, അല്ലേ. പിന്നെയോ പ്ലീസ് ക്യാൻ ഐ പ്ലേ ഔട്ട്സൈഡ് ഫോർ എ വൈൽ, ഞാൻ കുറച്ച് നേരം കളിക്കാൻ പോട്ടെ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്താ നമ്മൾ ചോദിക്കുക, പ്ലീസ് ക്യാൻ ഐ ടേക്ക് യുവർ മൊബൈൽ ഫോർ എ വൈൽ ചോദിക്കും, കുറച്ച് സമയം മൊബൈൽ ഫോൺ എടുക്കട്ടെ എന്ന് ചോദിക്കും. പിന്നെയോ മദർ വിൽ യു റീഡ് എ ബെഡ് ടൈം സ്റ്റോറി ഫോർ മീ, എനിക്ക് കിടക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു തരുമോ നമ്മൾ ചോദിക്കും. അതുപോലെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുന്നത്. ചില സമയത്ത് നമ്മൾ എന്ത് പറയും, ദ മം ക്യാൻ യു പ്ലീസ് ടേക്ക് മൈ അംബ്രല, അല്ലേ, എൻ്റെ കുടയൊന്ന് എടുത്തിരുമോ എന്ന് ചോദിക്കും. സ്കൂളിൽ ഇറങ്ങാൻ നേരത്തായിരിക്കും നമ്മൾ കുടയോ ഓർക്കുന്നത്. അതേപോലെ ചില സമയത്ത് നമ്മൾ എന്താ പറയും, മം പ്ലീസ് പോളിഷ് മൈ ഷൂസ്, എൻ്റെ ഷൂസ് ഒന്ന് പോളിഷ് ചെയ്താന്ന് പറയും. അതേപോലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് എഴുതാം. ഞാൻ അടുത്തത് ആക്ടിവിറ്റി 9 ആണ്. ആക്ടിവിറ്റി 9 ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവാം. അതായത് നമ്മൾ ടെൻസസ് പഠിക്കുന്നുണ്ട്, ഇല്ലേ, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഈ ടെൻസിനെ തന്നെ എഗെയിൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പഠിക്കുന്ന ഒരു ടെൻസാണ് നമ്മളെന്താ പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം. എന്താണ്? ഓഫ് ഹി വാൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്, ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി, ഹി ഹാസ് ഫിൽസ്ഡ് മൈ തിങ്സ്, ഐ തിങ്ക് ദേ പ്രോഗ്രാം ഹിം ബാഡ്ലി, അല്ലേ. ഇത് നമ്മൾ ടെക്സ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നോട്ട് ദ സെൻറ്റൻസ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെരിച്ച് അതിൽ നിന്നൊരു മാറ്റമായിട്ട് എഴുതിയത്. അത് ഏത് സെൻറ്റൻസാണ്? ഹി ഹാസ് ഫിൽസ്ഡ് മൈ തിങ്സ്, അല്ലേ. അപ്പോൾ ഇനി അതെന്താ വേണ്ടേ? സെൻറ്റൻസ് ലൈക്ക് ദ എബവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഹാവിങ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ പ്രസൻറ്റ്, അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഒരു പാസ്റ്റിൽ കഴിഞ്ഞതാണ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സംഭവം പാസ്റ്റിൽ കഴിഞ്ഞു,
പക്ഷേ അതിൻ്റെ ആ ഒരു റിസൾട്ട് ഇപ്പം പ്രസൻറ്റിലും ഉണ്ട്. അതായത് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയില്ല, ആ ഒരു പ്രവൃത്തി കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും പ്രസൻറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് എന്താണ്, ഫാദർ ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്, അവൻ അതെൻ്റെ സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് ആർക്കും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, റിക്കിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവുക എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. ജസ്റ്റ് നിങ്ങൾ ഇത്ര മാത്രം എടുക്കുക, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഈ ഫോമിൽ വരുന്ന തന്നെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അത് ഈ തന്നിരിക്കുന്ന താഴെയുള്ള പാരഗ്രാഫിൽ ഏതാന്ന് വെച്ചാൽ എഴുതാനാണ് പറയുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ നോക്കിയേ, ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഞാനിവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നു? 30 വർഷമായിട്ട് താമസിക്കുന്നു, അല്ലേ? ഇപ്പോഴും അത് മുന്നേ താമസിക്കുന്നതാണ്, ഇപ്പോഴും അയാൾ അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം, അല്ലേ? ഈ പ്ലേസിനെ ഞാൻ എൻ്റെ വീടായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. മുന്നേ താമസിക്കാൻ തുടങ്ങിയ കാലം മുതലേ വീട് പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ മൈ ചിൽഡ്രൻ അഡ്വൈസ് മീ അഗെയിൻസ്റ്റ് ലിവിങ് ഹിയർ ഇൻ മൈ ഓൾഡ് ഏജ്. എൻ്റെ മക്കൾ എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രായമായിക്കഴിഞ്ഞാൽ ഞാനിവിടെ താമസിക്കുന്നതിന് എതിരാണ്, അല്ലേ? താമസിക്കരുതെന്ന് എൻ്റെ മക്കൾ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ദർ ആർ നോ ഗുഡ് ഹോസ്പിറ്റൽസ് ഹിയർ. എന്താ കാരണം? ഇവിടെ നല്ല ഹോസ്പിറ്റലില്ല. ബട്ട് ദ ഗവൺമെൻറ് ഹാസ് പ്രോമിസ്ഡ് ദ റെസിഡൻസ് ഹിയർ എ ന്യൂ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു കം അപ്പ് സൂൺ. അപ്പോൾ ഗവൺമെൻറ് പക്ഷേ നമുക്കിവിടെ താമസിക്കുന്നവർക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിർമ്മിക്കുന്നു. ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു കനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് യു ലൈക്ക് ടു ഹാവ്. അപ്പോൾ പറയാണ്, ഞാൻ എന്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ല? ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു നിനക്കും അത് മനസ്സിലായിട്ടുണ്ട്, അല്ല? നീയും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നമ്മൾ ആ ഒരു പറഞ്ഞ സംഭവം എങ്ങനെ കംപ്ലീറ്റഡ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഹാവിങ് ഇറ്റ്സ് റിലവൻസ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ അതായത് ഒരു ആക്ഷൻ, ആ പ്രവൃത്തി മുന്നേ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ ആ പറയുന്ന സമയത്തും അതിൻ്റെ ആ പ്രാധാന്യം നിലനിൽക്കുന്നത്. നമ്മൾ പറയുന്ന സമയത്താണ് ആ കഴിഞ്ഞ സംഭവത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്നത്, അത്തരം സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് അത് വരിക? ജസ്റ്റ് നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക. ഹാസ് ഓർ ഹാവ് പ്ലസ് എന്ത് V3 ഫോം വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ നിന്ന് നോക്കി എഴുതാം. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു കനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് യു ലൈക്ക് ടു ഹാവ്. ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകളാണ് നമുക്ക് ആ ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ളത് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി ആക്ടിവിറ്റി 10 നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ ഈ സ്ലോഗനെ കുറിച്ചും പോസ്റ്ററിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പോൾ യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റർ വൈൽ ഒബ്സർവിങ് എൻവയോൺമെൻറ്റ് ഡേക്ക് നിങ്ങൾ കുറച്ച് പോസ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? തയ്യാറാക്കിയിട്ടുണ്ടാവും, അല്ലേ? ലുക്ക് അറ്റ് ദി സാമ്പിൾ പോസ്റ്റർ. അവിടെ ടെക്സ്റ്റ് നമ്മുടെ പേജിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു സാമ്പിൾ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ, ഡോണ്ട് കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ വാട്ട് ഫങ്ഷൻ ടു ഡു ദിസ് സെർവ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കവിടെ എന്തൊക്കെ എഴുതാം? ടു എഡ്യൂക്കേറ്റ്, ടു ഇൻഫോം, അല്ലെങ്കിൽ അവെയർനെസ്, വാണിംഗ്, അല്ലേ? ഇതൊക്കെയാണ് അതിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമ്മളോട് കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പോസ്റ്റേഴ്സൊക്കെ കൊടുത്തിട്ട് അതിനൊന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻ എന്താ? ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഈ പോസ്റ്റേഴ്സിന് ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ട്, അല്ലേ? അത് നിങ്ങൾക്ക് തോന്നില്ലേ? നിങ്ങൾ ഗീവ് സം എക്സാമ്പിൾ എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. എന്താണ് പോസ്റ്റേഴ്സിന് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? സിമ്പിളായിരിക്കണം, ഇമേജും ഐക്കണും ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവും, പിന്നെ കളേഴ്സ് ബോണ്ട്, ഫോൺസ്, സ്ലോഗൻസ്, മെസ്സേജ്, ഇതൊക്കെ അടങ്ങിയതായിരിക്കണം എന്തെന്ന് ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ആ മിസ്യൂസ്, അല്ലേ? മിസ്യൂസിന് എതിരെ നമുക്ക് കുറച്ച് സ്ലോഗൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്ലോഗൻസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റിപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. ഡോണ്ട് ലെറ്റ് യുവർ സ്ക്രീൻ സ്റ്റീൽ യുവർ
live scene, power down to power up your connections, disconnect to reconnect, balance your screen time, balance your life, put down the device, pick up life, screen off, real life on, stay present, limit the screen, digital detox, your mind deserve a break, less screen, more dream, unplug and play. ഇതൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് സ്ലോഗൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് അതിൻ്റെ താഴെ എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈനേഴ്സ്, നമുക്കത് വിദ്യാഭ്യാസവും നമ്മൾ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഓഫൺ ദേ ആർ മിസ്യൂസ്ഡ്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പോൾ അത് ചിലപ്പം ഓഫൺ ദേ ആർ മിസ്യൂസ്ഡ്, ചിലപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ പലപ്പോഴും. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പോൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഒരു പോസ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം, ഇവിടെ ഒരു മോഡൽ പോസ്റ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഹെഡിങ് വേണം അല്ലേ. നമുക്കിവിടെ സേ നോ ടു മൊബൈൽ, നമുക്കിവിടെ ഗാഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ മിസ്യൂസ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സേ നോ ടു മൊബൈൽ. അതിനുശേഷം അതിനൊരു സ്ലോഗൻ കൊടുത്തിട്ടുണ്ട്, ലീവ് മോർ സ്ക്രീൻലെസ് അല്ലേ. ഒരു സ്ലോഗൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മുദ്രാവാക്യം, ഒരു ഏതാണ്ട് അതിൻ്റെതായ ഒരു റിതമൊക്കെ വേണം. അതിനുശേഷം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ടേക്ക് റെഗുലർ ബ്രേക്സ് ഫ്രം സ്ക്രീന് അല്ലേ. അതിൻ്റെ ഏറ്റവും താഴെ അതിനോട് ചേർന്ന് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനോട് ചേരുന്നൊരു പിക്ചർ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു മെസ്സേജും താഴെ എഴുതിയിട്ടുണ്ട്. എന്താ അത്, ടു മച്ച് ഗാഡ്ജറ്റ്സ് യൂസ് ക്യാൻ ഡാമേജ് യുവർ ഹെൽത്ത് അല്ലേ. അതൊരു മെസ്സേജാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു പോസ്റ്ററിൽ വേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.